നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനൊരു പേപ്പർ ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. ഒരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അതിനുവേണ്ടി ഞാൻ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ആ കളർ പേപ്പർ നടുവൊന്ന് മടക്കിയിട്ട് 3-4 സ്ക്വയർ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. 6 പീസ് വേണം ഇതിന്. അപ്പോൾ ഞാനിതേപോലെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ മടക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള 6 പീസാണ് എടുക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. നല്ല ഭംഗിയാണ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവ് കാണാനും. ഇതുപോലെ 6 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പർ. അതിനുശേഷം ഇത് നമുക്ക് ഓരോ പെറ്റൽസായിട്ട് മടക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ നടുവിലൊരു മടക്കിയ ഭാഗമുണ്ടല്ലോ, നമ്മൾ സ്ക്വയറാക്കി കട്ട് ചെയ്യാൻ വേണ്ടി, അതിന് കണക്കാക്കിയിട്ട് ഇതിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. നേരെ വെച്ചിട്ട് ഹാഫ് ആക്കിയിട്ട് മടക്കി കൊടുക്കുക. 2 ഭാഗവും ഒരേപോലെ മടക്കിയെടുക്കുക. ശരിക്കും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ അറ്റ ഭാഗം കറക്റ്റായിട്ട് നിൽക്കണം, എന്നാലേ ഇത് താഴ്ഭാഗത്തേക്കും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ പോയിൻ്റ് നല്ല കറക്റ്റായിട്ട് നിൽക്കണം. അതിനുശേഷം മറ്റേ ഭാഗവും അതേപോലെ തന്നെ മടക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് 6 പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കണം. എളുപ്പമാണ് ഇത് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പേപ്പർ നല്ല സ്ക്വയറായിട്ട് തന്നെ ഇരിക്കാൻ വേണം, ഇല്ലെങ്കിൽ അത് ലെവലിൽ കിട്ടില്ല. അതിനുശേഷം ഈ ഓരോ പെറ്റലിൻ്റെയും ഈ ചെറുതാക്കി മടക്കിയിട്ടുള്ള ഭാഗമില്ലേ, ആ ഭാഗം രണ്ടാമത് മടക്കിയിട്ടുള്ള ഭാഗം, ആ ഭാഗത്ത് ഒരു ഭാഗത്ത് ഗമ്മ് തേച്ചിട്ട് അടുത്ത പെറ്റൽ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. ആ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഗമ്മ് തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ അടുത്ത പെറ്റൽ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഈ 6 പെറ്റൽസും കറക്റ്റായിട്ട് ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് കുറച്ച് സമയം അതൊന്ന് ഉണങ്ങാൻ വെക്കുക എന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇതിങ്ങോട്ട് വിട്ടുപോരും. നമ്മൾ അങ്ങോട്ട് പൂവിൻ്റെ ഷേപ്പിലേക്ക് ആക്കുമ്പം അത് ചിലപ്പോൾ ഇങ്ങോട്ട് വിട്ടുപോരും. അല്ല, കറക്റ്റാക്കി വെച്ചിട്ട് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കണം. ഒരു ചെറിയ പീസ് ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഞാനൊരു സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരിക്കും ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഒരു ചെറിയ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ നടുക്കിലേക്ക് നമുക്ക് വേറൊരു കളറിൽ പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് നമ്മളൊരു സ്റ്റിക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ആ സ്റ്റിക്കിൻ്റെ മേലെ ഇത് ചുറ്റിയെടുക്കണം. നമ്മുടെ ഒരു പൂവിൻ്റെ നടുവിലുണ്ടാവില്ലേ ഒരു ഇതായിട്ട് നിൽക്കുന്നത്, ആ ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റിക്ക് ഒരുപാട് വണ്ണുള്ള സ്റ്റിക്കാവരുത്. കുറച്ച് ചെറിയ വണ്ണുള്ളത് മാത്രമേ ആക്കാവുള്ളൂ. കാരണം നമുക്കിതിൻ്റെ പൂവിൻ്റെ നടുക്കിൽ കൂടെ വെക്കാനുള്ളതാണ്. അപ്പോൾ സ്റ്റിക്ക് ഒരുപാട് വലുതായിട്ടുണ്ടെങ്കിൽ ആ പൂവിന് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റിക്ക് ഒരുപാട് വണ്ണം ഇല്ലാത്തതാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ റോൾ ചെയ്തെടുത്താൽ മതി. ആ കട്ട് ചെയ്ത ഭാഗം പീസ് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുത്താൽ നല്ലതാണ്. നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള പെറ്റൽസൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. അതിനു വേണ്ടി നമ്മുടെ ഈ 2 ഭാഗത്തും ഉള്ള പെറ്റൽസില്ലേ, അത് തമ്മിൽ കൂട്ടി ഒട്ടിക്കണം. അതിൻ്റെ ഒരു ഭാഗത്ത് ഗമ്മ് തേച്ചിട്ട് മറ്റേതിൻ്റെ പുറം ഭാഗത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക.
അത് ഒട്ടിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കുക, അത് നന്നായി ഒട്ടിപ്പിടിക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ഈ സ്റ്റിക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ആ സ്റ്റിക്ക് അതിൻ്റെ നടുക്കിൽ കൂടെ മെല്ലെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് താഴെ കൂടെ മെല്ലെ വലിക്കുക. അത് വലിച്ചിട്ട് നമുക്ക് ഏകദേശം ആ നടുക്കുള്ള എത്ര ഇതിൽ നിൽക്കണം എന്നുള്ളത് നോക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് കുറച്ചുകൂടെ വലിച്ചിട്ട് നമ്മൾ ആ സ്റ്റിക്കിൻ്റെ മേലെ നന്നായിട്ട് ഗമ്മ് തേച്ച് കൊടുക്കുക. ഗമ്മ് തേച്ചിട്ട് ആ ഫ്ലവർ കുറച്ചുകൂടെ ഒന്ന് ബാക്കിലേക്ക് നീക്കിയിട്ട് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കും. ഒട്ടിച്ചിട്ട് കുറച്ച് സമയം നമ്മൾ വയ്ക്കുന്നതാണ് നല്ലത്, കാരണം അത് ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഉണ്ടോ, അതങ്ങനെ കുറച്ചൊന്ന് ബാക്കിലേക്ക് ആക്കുമ്പോൾ ആ നടുക്കുള്ളത് കുറച്ചുകൂടെ കയറി നിൽക്കും. ഇനി നമുക്ക് ഇതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. ഒരു കത്രി വെച്ചോ പെൻസിൽ വെച്ചോ ഇല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ തന്നെയോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇല വെട്ടിയിട്ട് പച്ച കളർ പേപ്പർ വെച്ച് ഇല വെട്ടുക. എന്നിട്ട് അതും കൂടി ഒട്ടിച്ചു കൊടുക്കുക. നല്ല ഭംഗിയുള്ള പൂവാണ്. ഇതൊരു കുറേ എണ്ണം പല കളറിൽ ഉണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമുക്ക് കുട്ടിക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ കുട്ടിക്കാണെങ്കിലും നമുക്ക് എന്താ പറയുക, ടീച്ചേഴ്സിനാണെങ്കിലും നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, ഫ്രണ്ട്സിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. നമുക്ക് ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്കിതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. പറയാൻ മറന്നു, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് കാണാം ഇനിയും പുതിയൊരു വീഡിയോയിലൂടെ. താങ്ക് യു.